ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് വീണ്ടും ആവർത്തിക്കുകയാണ്. കാർത്തിക നക്ഷത്രത്തിൻ്റെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ കാർത്തിക നക്ഷത്രത്തിൽ പിറന്നവർക്ക് 2025 ആണ്ട് നവംബർ ഡിസംബർ മാസങ്ങളിലൊക്കെ പൂർവിക സ്വത്തുക്കളൊക്കെ കൈവശം വന്ന് ചേരാനുള്ള ചില സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കും, അഹോരാത്രം പ്രവർത്തിക്കും. എന്നാൽ അവരിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന പ്രതികരണം വളരെ മോശമായിരിക്കും. നമ്മൾ എത്ര കണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി പണിയെടുത്താലും അവസാനം നമുക്ക് കിട്ടുന്ന കൂലി എന്നുള്ളത് പരിഹാസമോ അല്ലെങ്കിൽ നമുക്ക് മോശമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ ആയിരിക്കും. അപ്രാപ്യമായ കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങളുടെ മനസ്സ് വേദനിച്ചു കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക ബാധ്യതകളൊക്കെ വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒരു പരിധിവരെ നിങ്ങൾ പിന്തിരിഞ്ഞു മാറേണ്ട സമയമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കടക്കിണിയിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹമൊക്കെ കൂടുതലായിട്ടുള്ളൊരു സമയമാണ്. അതുകൊണ്ട് തന്നെ രോഗങ്ങളിൽ നിന്നൊക്കെ മാറാവ്യാധികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മുക്തി കിട്ടും. ദീർഘനാളായിട്ട് രോഗശൈലിയിൽ കിടന്നവർക്കൊക്കെ അതിൽ നിന്നൊക്കെ മുക്തമായി പുതിയ ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരാൻ പറ്റുന്ന സമയമാണ്. ഒന്നുമില്ലെങ്കിൽ ദീർഘനാളായിട്ട് കിടന്നവർക്ക് അസുഖത്തിൽ കുറച്ച് കുറവ്, ശാരീരിക അസ്വസ്ഥതയിലൊക്കെ ചെറിയ കുറവുണ്ടായി വെച്ച് കുറച്ചൊക്കെ സുഖം പ്രാപിച്ചു വരുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദങ്ങളെയൊക്കെ ഒരു വിധം അതിജീവിച്ച് പോകുന്നതാണ്. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ വളരെയധികം ശകാരങ്ങളൊക്കെ കേൾക്കേണ്ടതായിട്ടൊക്കെ വരും. നിങ്ങൾക്ക് ദൂരദേശത്ത് തൊഴിൽ സാധ്യത കാണുന്നുണ്ട്. അതുപോലെ ധനയോഗം ഉള്ള സമയമാണ്. ധാരാളം ധനാഗമനം നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് കേസരി യോഗം ഉള്ളതുകൊണ്ട് തൊഴിൽ രംഗത്തൊക്കെ വൻ നേട്ടത്തിനുള്ള സാധ്യത കാണുന്നു. ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഗുണകരമാണ്. എന്നാൽ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറച്ച് ദീർഘനാളായിട്ടുണ്ടായിരുന്ന പൊരുത്തക്കേടുകളൊക്കെ മാറിക്കിട്ടി സന്തോഷകരമായ ഒരു കുടുംബ ജീവിതത്തിലേക്ക് ദമ്പതികളൊക്കെ പോകുന്നതാണ്. കലാകാരന്മാർക്ക് കാലം അനുകൂലമായിട്ടുള്ള സമയമാണ്. ഇഷ്ടപ്പെട്ട രീതിയിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ മനസ്സിൽ കണ്ടതുപോലുള്ളൊരു അവസരങ്ങളൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഗൃഹനിർമ്മാണം ആഗ്രഹിച്ചിരുന്നവർക്ക് ഗൃഹനിർമ്മാണത്തിനുള്ള അനുയോജ്യമായ സമയമാണ്. ഇതിലെടുത്തു പറയേണ്ട നിങ്ങളുടെ ശത്രുക്കളൊക്കെ നിങ്ങൾക്ക് മിത്രങ്ങളായി മാറുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നതാണ് നവംബർ ഡിസംബർ മാസത്തിൽ. കർമ്മരംഗത്ത് മാറ്റങ്ങളൊക്കെ ധാരാളം പരിപ്രവർത്തനങ്ങളൊക്കെ കാണുന്നു, മാറ്റങ്ങൾ കാണുന്നു. ചന്ദ്രൻ്റെ ഉച്ചസ്ഥിതിയും ശുക്രൻ്റെ പരിപ്രവർത്തനവും മൂലം ജീവിതത്തിൽ നിരവധി നേട്ടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സമയമാണ്. ഡിസംബർ മാസമൊക്കെ ആകുമ്പോൾ നാനാ തുറകളിൽ നിന്നൊക്കെ നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് ശത്രുദോഷം നന്നായിട്ട് കുറയും. അതുപോലെ തന്നെ മാതൃസഹായം നിങ്ങൾക്ക് കൂടും. എന്നാൽ നിങ്ങൾക്ക് അഗ്നിഭയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അഗ്നിഭയം എന്നാൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. തീ കൊണ്ട് തന്നെ വേണമെന്നില്ല. അഗ്നി എന്ന് വെച്ചാൽ ജ്യോതിഷത്തിൽ എനർജി, ഊർജം, അതുമായിട്ട് ബന്ധപ്പെട്ട ഏതിൽ നിന്നും നിങ്ങൾക്ക് അപകടം സംഭവിക്കാം. വൈദ്യുതി അത് ഊർജമാണ്, അപകടം സംഭവിക്കാം. അഗ്നി അതായത് കുക്ക് ഭക്ഷണം പാകം ചെയ്യുന്നവർക്കൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് അപകടം സംഭവിക്കാം. ഇനി വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എഞ്ചിനൊക്കെ ചൂടായിരിക്കുക, മറ്റു ഭാഗങ്ങളൊക്കെ ചൂടായിരിക്കുക, മെക്കാനിക്കൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ അവിടുന്ന് എന്തായാലും രീതിയിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂവലുകൾ, ഇന്ധനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അഗ്നി ഭയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇത് പറയുന്നത് നിങ്ങളെ ഭയപ്പെടുത്താനല്ല, പ്രിക്കോഷൻസ് എടുക്കാനാണ്, കരുതലുകൾ എടുക്കാനാണ്, മുൻകരുതൽ എടുക്കാനാണ്. നിങ്ങളുടെ ശ്രദ്ധയില്ലായ്മ കൊണ്ട് നിങ്ങൾക്ക് അപകടം വരാനുള്ള സാധ്യതയുണ്ട്. അതിനു വേണ്ട മുൻകരുതൽ ജോലിയിലായാലും വീട്ടമ്മമാരാണെങ്കിൽ വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്തോ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്തോ ഒക്കെ ഒന്ന് കരുതിയിരിക്കുക. ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ പ്രവർത്തിക്കുമ്പോഴുള്ള പ്രിക്കോഷൻസ് അറിയാമല്ലോ, ഷോക്ക് ഏൽക്കാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് അറിയാമല്ലോ, അതെടുക്കുക, മുൻകരുതൽ എടുക്കുക. കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ചൂട് തട്ടിയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാനും അഥവാ വന്നാൽ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അടുത്ത് തന്നെ നമുക്ക് അതിനുള്ള മെഡിസിൻ ഫസ്റ്റ് എയ്ഡുകൾ വെക്കുക.
കുറച്ച് തണുത്ത വെള്ളം വെക്കുക ഒക്കെ മുൻകരുതലായിട്ട് എടുത്താൽ അതിൻ്റെ കാഠിന്യം നിങ്ങൾക്ക് കുറയ്ക്കാനും സാധിക്കും. അപ്പോൾ പേടിക്കാനല്ല ഞാൻ ഈ പറയുന്നത്, നമുക്ക് അപകടം ഉണ്ടാകാതിരിക്കാനാണ്, ശ്രദ്ധ ഉണ്ടാകാൻ വേണ്ടിയാണ്. നിങ്ങൾ ധാരാളം ദൂരയാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്ന സമയമാണ്. നിങ്ങൾ കഷ്ടനഷ്ടങ്ങളിൽ നിന്നൊക്കെ ഒരുവിധം മോചനം നിങ്ങൾക്ക് ലഭിക്കുന്ന സമയമാണ് ഈ നവംബർ ഡിസംബർ മാസം. നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളൊക്കെ ഒരുവിധം സന്തോഷകരമായി മാറുന്നതാണ്. ഡിസംബർ മാസം മധ്യഭാഗത്തോടു കൂടിയാകുമ്പോൾ നിങ്ങളുടെ ധനസ്ഥിതിയൊക്കെ ഉച്ചസ്ഥായിലെത്തുന്നതാണ്. ധാരാളം സ്ഥലത്തു നിന്ന് ധനങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഉദ്യോഗസ്ഥർക്കൊക്കെ ആണെങ്കിൽ ഇൻസെൻറ്റീവുകൾ ലഭിക്കും. മറ്റു രീതിയിലുള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നിങ്ങളുടെ ഷെയർസിനൊക്കെ നല്ല രീതിയിലുള്ള ഗ്രോത്ത് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർക്ക് വളരെ ലാഭത്തിലേക്ക് നിങ്ങളുടെ ബിസിനസ് എത്തിക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഈ സമയത്ത് ധാരാളം പുണ്യകർമ്മങ്ങൾ ചെയ്യേണ്ടതാണ്. ഒപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് ധനാഗമനമൊക്കെ കൂടുമ്പോൾ നിങ്ങൾക്ക് ചെറിയ തോതിലുള്ള അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് മുളയിലേ നുള്ളുക. ഈശ്വര ഭജനമൊക്കെ ഈ സമയത്ത് നല്ലതാണ്. അഹങ്കാരം ആപത്താണ്, അത് മനസ്സിലാക്കുക. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള പോക്കിനെ അഹങ്കാരം പിന്നോട്ട് വലിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ക്ഷേത്ര ദർശനം ചെയ്യേണ്ടതാണ്. നിങ്ങൾ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ ദേവീക്ഷേത്രം ദർശിക്കേണ്ട സമയമാണ്. തിങ്കളാഴ്ചകളിൽ നിങ്ങൾക്ക് ദേവീക്ഷേത്രം ദർശിക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗുണഫലങ്ങളുടെ മാറ്റം വർദ്ധിക്കുകയും ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കുകയും ചെയ്യും. ദേവീക്ഷേത്രം ദർശിക്കുമ്പോൾ ദേവിക്ക് വെളുത്ത പായസം നിവേദിക്കുക. വെളുത്ത പട്ട്, വെളുത്ത ഉടയാട, വെളുത്ത പുഷ്പങ്ങളൊക്കെ കാണിക്കയായി നൽകുക ഒക്കെ ചെയ്യുന്നത് ഗുണകരമാണ്. അതുപോലെ തന്നെ ദേവിക്ക് പാലഭിഷേകം നടത്തുക. പുലർച്ചെ നിർമ്മാല്യത്തിന് പാലഭിഷേകം നടത്തുക. അതല്ല എങ്കിൽ ഇളനീരിൽ അഭിഷേകം നടത്തുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണകരമാണ്. അപ്പോൾ ഭഗവാന്റെ കാരണത്താൽ എല്ലാവർക്കും നല്ലൊരു സമയമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.